ആപ്പിൾ എയുടെ കുറച്ച് ഫീച്ചേഴ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ആപ്പിൾ എ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ മേജറായിട്ടും നിങ്ങൾക്ക് ഒരു ഐഫോൺ 15 Pro അല്ലെങ്കിൽ 15 Pro Max ഡിവൈസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആപ്പിൾ ഇൻ്റലിജൻസ് നിങ്ങൾ ഇപ്പം കറണ്ട് നിങ്ങളിപ്പോൾ ഒരു ബീറ്റ ചെയ്യുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വെയിറ്റ് ലിസ്റ്റിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസിലേക്ക് നിങ്ങൾക്ക് ഇനേബിൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് സെറ്റിങ്സ് എടുത്തിട്ട് നേരെ താഴേക്ക് വന്നതിന് ഇവിടെ കാട്ടും ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതാണ്. ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളിപ്പം തന്നെ ബീറ്റ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ജോയിൻ വെയിറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. ഇത് ഇനേബിൾ ചെയ്ത് നിങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് നിങ്ങൾക്ക് വർക്ക് ആവത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ ഒരു വെയിറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് കാണിക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ഈ വെയിറ്റ് ലിസ്റ്റിൽ ജോയിൻ ചെയ്തിട്ട് എനിക്കിപ്പോൾ ആപ്പിൾ ഇൻ്റലിജൻസ് എൻ്റെ ഫോണിൽ ആക്റ്റീവ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന പറഞ്ഞാൽ ഇത്തരത്തിലേക്ക് ഇവിടെ കാണിക്കുന്നത് ജോയിൻറ്റ് വെയിറ്റ് ലിസ്റ്റ് എന്ന് കാണിക്കുന്നതായിരിക്കും. തൊട്ട് താഴെ നോക്കി കഴിഞ്ഞാൽ കണ്ടും സപ്പോർട്ട് ഫോർ പ്രോസസ്സിംഗ് ആപ്പിൾ ഇൻ്റലിജൻസ് മോഡൽസ് ഓൺ ദിസ് ഡിവൈസസ് ഡൗൺലോഡിംഗ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ AI ഫീച്ചേഴ്സ് നമ്മുടെ ഫോണിലേക്ക് ആവശ്യമായ ഫയൽസ് ഡൗൺലോഡ് ചെയ്തുകൊണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതിനായിട്ട് ജസ്റ്റ് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തിട്ട് നേരെ താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ ജനറലിൽ പോവുക. ജനറലിൽ പോയിട്ട് ഐഫോൺ സ്റ്റോറേജ് എടുക്കുക. നേരെ താഴെ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ iOS എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. iOS സെലക്ട് ചെയ്താൽ നമ്മൾ കണ്ടും ആപ്പിൾ ഇൻ്റലിജൻസിന് ഇപ്പോൾ കറണ്ട് എൻ്റെ ഫോണിൽ 2.86 GB ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ആപ്പിൾ ഇൻ്റലിജൻസ് നമ്മുടെ ഫോണിൽ ഇനേബിൾ ചെയ്യുമ്പം 2.86 GB നമ്മുടെ ഈ ഒരു AI ഫീച്ചേഴ്സിന് വേണ്ടി മാത്രം നമ്മളിവിടെ മാറ്റി വയ്ക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് AI ഫീച്ചേഴ്സ് നമ്മുടെ ഫോണിൽ ഇനേബിൾ ചെയ്യാൻ വേണ്ടുന്ന ഒരു ടോട്ടൽ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വീഡിയോസിൽ കുറച്ചുകൂടി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. ഇന്ന് നമ്മൾ മേജറായിട്ടും ഈ ഒരു ഫോണിൽ നമുക്ക് ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് യൂസ് ചെയ്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ കണ്ടിട്ട് നമുക്ക് ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഫോണിലൂടെ ആക്റ്റീവ് ആണ്. അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസിൽ വന്നിരിക്കുന്ന മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സിറിയിൽ ചെറിയൊരു അപ്ഗ്രേഡേഷൻ വന്നിട്ടുണ്ട്. അതായത് സിറിയിൽ നമുക്കിപ്പം AI ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സിറി ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ കണ്ടാൽ നമുക്ക് ഒരു കളർഡ് ലൈൻ നമുക്ക് ഈ ഒരു സ്ക്രീനിന് ചുറ്റിനും വന്നിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മുടെ കറൻ്റ് ഉള്ള സിറിയുടെ ആനിമേഷൻ നടക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു റൗണ്ടിലായിരുന്നു ഈ ഒരു സിറിയുടെ വന്നിരുന്നത്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ചെയ്ത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലായിരിക്കും സിറിയുടെ ഒരു ആനിമേഷൻ നമുക്ക് വരിക. അപ്പോൾ ഈ ഒരു പുതിയ സിറിയിൽ നമുക്ക് വന്നിരിക്കുന്ന മേജർ ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് കോണ്ടെക്സ്ച്വൽ അവയർനെസ് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതായത് നമുക്ക് ബാക്ക് ടു ബാക്ക് ഒരു കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സിറി എന്നുള്ള ഇൻഫർമേഷൻസ് നമുക്ക് തന്നുകൊണ്ടിരിക്കും. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇപ്പം സിറിയോടെ ഇൻവോക്ക് ചെയ്യുന്നുണ്ട്. വാട്ട്സ് ദ വെദർ ഇൻ ദുബായ് നൗ? വാട്ട് വിൽ ബി ഇറ്റ് ഇൻ ടുഡേ ഈവനിങ്? സജസ്റ്റ് എ ഹോട്ടൽ ഫോർ ഡൈനിങ് ടുഡേ. ആൻഡ് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്കിപ്പം ബാക്ക് ടു ബാക്ക് നമുക്ക് ചോദിച്ചുകൊണ്ടിരുന്നത് നമുക്ക് അതിനുള്ള റിസൾട്ട് സിറി നമുക്ക് തന്നുകൊണ്ടിരിക്കും. ആ ഒരു ലൊക്കേഷനുള്ള ലിസ്റ്റായിരിക്കും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് കോണ്ടെക്സ്ച്വൽ അവയർനെസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് സിറിയിൽ വന്നിരിക്കുന്ന ഒരു AI ഫീച്ചറാണ് ഇത്. നമുക്ക് ഈ ഒരു AI ഫീച്ചറിൻ്റെ മെയിൻ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഐഫോണിനെ കുറിച്ചുള്ള കൂടുതൽ നോളേജ് അതും പിന്നെ ഇതിൻ്റെ കുറിച്ചുള്ള ഡേറ്റാബേസിനെ കുറിച്ചുള്ള കൂടുതൽ ഡേറ്റാസ് അപ്പോൾ നമുക്ക് ഈ ഒരു AI ഫീച്ചറിൽ ഇനേബിൾഡ് ആണ്. അതായത് നമുക്കിപ്പോൾ ഫോണിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, അതിന് എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ നമുക്ക് സിറിയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ സിറി നമുക്കത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഹൗ ടു റീസെറ്റ് മൈ ഐഫോൺ. അപ്പോൾ എന്നിട്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഇവിടെ സിറി തന്നെ ഇത് കാണിച്ചു തരുന്നതായിരിക്കും. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കിവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സിറിയിൽ തന്നെ ഇത് കാണിച്ചു തരും. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ അറിഞ്ഞുകൂടെങ്കിൽ നമുക്ക് സിറിയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിറി നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായി എല്ലാ iOS ഡിവൈസും ആപ്പിൾ ഡിവൈസിനെ കുറിച്ചുള്ള എല്ലാ ഡേറ്റയും നമുക്ക് ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസിൽ ഇപ്പോൾ കറൻ്റ് ഉണ്ട്. എന്ത് കാര്യം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ സിറിയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ സിറി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കറൻ്റ് സിറി ഇൻവോക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ളൊരു ആനിമേഷൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. കണ്ട് സ്ക്രീൻ ചുറ്റും ലൈൻസ് വരെ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടു. പക്ഷേ നമ്മൾ ടൈപ്പ് ടു സിറി കൊടുക്കുമ്പോൾ നമുക്ക് വേറൊരു രീതിയിലുള്ളൊരു ആനിമേഷനിലേക്കും നമുക്ക് വരിക. അപ്പോൾ അതെങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സെറ്റിങ്സ് എടുക്കുക, ബാക്ക് പോയിട്ട് അക്സസിബിലിറ്റി എടുക്കുക. അക്സസിബിലിറ്റിയുടെ താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ സിറി കിട്ടുന്നതായിരിക്കും. സിറി സെലക്ട് ചെയ്തിട്ട് മുകളിൽ ടൈപ്പ് ടു സിറി സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ജസ്റ്റ് സിറി ഒന്ന് ഇനേബിൾ ചെയ്യുന്ന ഉടനെ കണ്ട് നമുക്ക് താഴെ ഇത്തരത്തിലുള്ളൊരു രീതിയിലായിരിക്കും നമുക്ക് ഇനി മുതൽ സിറി വരിക. ആ ഒരു കീബോർഡിന് ഒരു പ്രത്യേക കളർ തന്നെ ആയിരിക്കും. അത്തരത്തിൽ ആ ഒരു കളർ കാണുന്ന രീതിയിൽ നമുക്കിവിടെ ഫുള്ളായിട്ട് ഈ കീബോർഡ് ഫുള്ള് നമുക്ക് ഇത്തരത്തിലൊരു കളർ വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ടൈപ്പ് ടു സിറിയുടെ പുതിയൊരു ആനിമേഷൻ വരുന്നത്. ഇത് നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് വന്നിട്ടുള്ളത് മെയിൽ ആപ്പിലാണ്. ഇപ്പോൾ നമുക്ക് ജിമെയിലല്ല ഞാൻ പറയുന്നത്, ആപ്പിൾ തന്നെ മെയിൽ ആപ്പിലാണ് ഞാൻ പറയുന്നത്. ജസ്റ്റ് ഇവിടെ മെയിൽ ആപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. മെയിൽ ആപ്പ് ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയി ഇവിടെ കാണിക്കുന്നത്. നമുക്ക് മേജർ ചേഞ്ച് വന്നിരിക്കും. നമുക്കൊരു പ്രിവ്യൂ ടെക്സ്റ്റ് നമുക്കിപ്പോൾ ഈ ഒരു ഇമെയിൽസിൽ വരുന്നതായിരിക്കും. നമുക്കറിയാൻ പറ്റും ഒത്തിരിയധികം ക്ലിക്ക് ബേറ്റുള്ള നമുക്ക് ഇമെയിൽസ് കിട്ടാറുണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു അതിൻ്റെ ഹെഡിങ് വായിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തോ വലിയ കാര്യം അതിനകത്തുണ്ടെന്ന് തോന്നും. പക്ഷേ
അതിനകത്ത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കാര്യമായിട്ടൊന്നും അതിനകത്ത് കാണത്തില്ല. പക്ഷേ നമുക്കിപ്പം ഇത്തരത്തിൽ ഈ ഒരു മെയിൽസ് നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് മുകളിൽ തന്നെ അതിൻ്റെ ഒരു പ്രിവ്യൂ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. മറ്റും എന്താണ് ആ ഒരു മെയിലുള്ള കണ്ടൻറ്റ് എന്നുള്ള ഒരു ചെറിയൊരു പ്രിവ്യൂ ടെക്സ്റ്റ് നമുക്ക് മുകളിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് തീരുമാനിക്കുക ഈ ഒരു മെയിൽ ഓപ്പൺ ചെയ്യണോ അതോ വേണ്ടയോ നമുക്ക് ഈ ഒരു പ്രിവ്യൂ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3 ഡോട്ടുണ്ട്. ഈ 3 ഡോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടും ഷോ പ്രയോറിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഷോ പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു സെക്ഷൻ നമുക്ക് ഈ ഒരു മെയിൽ ആപ്പിൻ്റെ മുകളിൽ വരുന്നതായിരിക്കും. അതായത് ഇപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം അർജൻറ്റായിട്ട് വേണം, റിപ്ലൈ വേണം, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അതിനകത്ത് വരുവാണെങ്കിൽ ആ ഒരു മെയിൽ അനലൈസ് ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾ അർജൻറ്റായിട്ട് റിപ്ലൈ കൊടുക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ ഇവിടെ മുകളിലായിട്ട് നിങ്ങൾക്ക് ആ ഒരു സെക്ഷൻ കാണിക്കുന്നതായിരിക്കും. പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് അത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഈ ഒരു പ്രയോറിറ്റി മെയിൽസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഈ ഒരു പ്രയോറിറ്റി മെയിൽസ് നിങ്ങൾക്ക് ഇവിടെ മുകളിൽ തന്നെ ഓണും ഓഫും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങളിപ്പം ഈ ഒരു മെയിൽ ഓപ്പൺ ചെയ്ത് നോക്കുക. മെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെയിൽ ഫുള്ള് വായിച്ചുകൊണ്ട് കാര്യം നിങ്ങൾക്ക് ഇത് മുകളിലായിട്ട് ഇവിടെ കാണിട്ടും സമ്മറൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ സമ്മറൈസ് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു മെയിലിനകത്തുള്ള മെയിൻ കണ്ടൻസ് എല്ലാം സമ്മറൈസ് ചെയ്ത് നമുക്കിവിടെ മുകളിൽ തന്നെ കിട്ടുന്നതായിരിക്കും. എന്തൊക്കെയാണ് ഈ ഒരു മെയിലിനകത്ത് മെയിനായിട്ടുള്ള കാര്യങ്ങൾ മൊത്തം നമുക്കിവിടെ മുകളിൽ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് വളരെ നല്ലൊരു ഫീച്ചറാണ്. പിന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു സമ്മറൈസ് ഫീച്ചർ നമുക്ക് നമ്മുടെ മെസ്സേജസ് ആപ്പിൽ നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ മെസ്സേജസ് ആപ്പ് എടുത്ത് നമ്മൾ എന്തെങ്കിലും നോക്കുകയാണെങ്കിൽ അവിടെ കാണിട്ട് നമുക്ക് മെസ്സേജസ് ആപ്പിനെ തന്നെ നമുക്ക് ചെറിയൊരു ഐക്കൺ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഒത്തിരിയധികം മെസ്സേജസ് നിങ്ങളുടെ ഫോണിൽ വന്ന് കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ ചെറിയൊരു ഐക്കൺ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഒരു ഐക്കൺ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നിൽ കൂടുതൽ മെസ്സേജ് നിങ്ങൾ വായിക്കാതെ കിടപ്പുണ്ടെന്നാണ് അതിന് അർത്ഥം. ഇപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരിയധികം മെസ്സേജസ് അതിനകത്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ തരത്തിൽ നിങ്ങൾക്ക് ഒത്തിരിയധികം മെസ്സേജസ് നിങ്ങൾ വായിക്കാനുണ്ടെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ആ ഒരു ഐക്കൺ വെച്ചിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അടുത്ത ഈ ഒരു AI ഫീച്ചറിൽ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോക്കസ് മോഡിൽ ഒരു AI ഫോക്കസ് വന്നിട്ടുണ്ട്. അതിനൊരു നിങ്ങളുടെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തിട്ട് താഴേക്ക് വന്ന് നിങ്ങൾ ഫോക്കസ് സെലക്ട് ചെയ്യുക. ഫോക്കസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടും റെഡ്യൂസ് ഇൻട്രപ്ഷൻസ് എന്ന് പറഞ്ഞൊരു ഫോക്കസ് മോഡ് കിട്ടുന്നുണ്ട്. നമ്മുടെ AIയുടെ ആ ഒരു ഐക്കൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഞാനത് ഓൾറെഡി ഇനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇൻ്റലിജൻസ് ബ്രേക്ക് ത്രൂ ആൻഡ് സൈലൻസിംഗ് എന്നൊരു ഓപ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കൂടുതൽ ഇൻഡെപ്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ്. ഞാൻ അതിനകത്ത് കൂടെ ഇനേബിൾ ചെയ്തിട്ടുള്ള മെസ്സേജ് ആപ്പ് മാത്രമാണ്. ബാക്കി നമ്മുടെ നോർമലായിട്ടുള്ള ഫോക്കസ് മോഡിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫോക്കസ് മോഡ് ഇപ്പോൾ കറൻറ്റ് എൻ്റെ ഫോണിൽ ഇനേബിൾഡ് ആണ്. ഇപ്പോൾ നമുക്ക് മുകളിലൊരു ഐക്കൺ നമുക്ക് കിട്ടുന്നുണ്ട് ഫോക്കസ് മോഡ് ഇനേബിൾഡ് ആണെന്ന് പറഞ്ഞിട്ടുള്ള. അടുത്തൊരു AI ഫീച്ചർ നമുക്ക് വന്നിരിക്കുന്നത് ഫോട്ടോസ് ആപ്പിലാണ്. ഇപ്പോൾ ഞാൻ ഫോട്ടോസ് ആപ്പ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ നമുക്ക് പുതിയൊരു സെക്ഷൻ കിട്ടുന്നുണ്ട്. ക്രിയേറ്റ് എ മെമ്മറി മൂവി എന്നും പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ആവശ്യമുള്ളൊരു മെമ്മറി നമുക്ക് AI യൂസ് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ കണ്ട് നമുക്ക് ഡിസ്ക്രൈബ് യുവർ മെമ്മറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കിവിടെ കിട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ആ ഒരു പ്രോംപ്റ്റ് നമുക്ക് എൻ്റർ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഷോ ഫോട്ടോസ് ടേക്കൺ ഇൻ വയനാട് വിത്തൗട്ട് പീപ്പിൾ ഇൻ ഇറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഡൺ കൊടുക്കുകയാണ്. ഇവിടെ കണ്ട് നമ്മുടെ AI ഇവിടെ വർക്ക് ആവുന്നുണ്ട്. നമുക്ക് കുറേയധികം ആനിമേഷൻ രീതിയിൽ നമുക്കിവിടെ കാണുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. AI ആണ് ഈ ഒരു ഫുൾ കാര്യം ചെയ്യുന്നത്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ഇതിനകത്ത് ചെയ്തിട്ടില്ല. നമുക്ക് എന്താണ് ഈ ഒരു റിസൾട്ട് വരുന്നത് നമുക്ക് നോക്കാം. അതായത് നമുക്ക് വയനാട് എടുത്ത ഫോട്ടോസ് ആരും ഇല്ലാത്ത രീതിയിലുള്ളൊരു ഫോട്ടോ ആണ് ഞാനകത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്കൊരു സോങ് കൂടെ വന്നിട്ടുണ്ട്. സോങ് ജസ്റ്റ് മ്യൂട്ട് ചെയ്യാം. അപ്പം ഞാൻ വയനാട് എടുത്തിട്ടുള്ള ഫുൾ വീഡിയോ ഇതിനകത്ത് കാണുന്നുണ്ട്. ആൾക്കാരും ഇല്ലാത്ത ഫോട്ടോസ് ആയിരിക്കും ഇതിനകത്ത് കാണിക്കുക. ഇതൊക്കെ ഞാൻ വയനാട് എടുത്ത വീഡിയോസാണ്. അപ്പോൾ ഈ ഒരു വയനാട് പോയിട്ടുള്ള ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ എൻ്റെ ചാനലിൻ്റെ വേറൊരു സെപ്പറേറ്റ് ചാനലുണ്ട്. ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ അവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതിനുള്ളൊരു റിസോർട്ടിൻ്റെ ഒരു വീഡിയോ ആണിത്. ഫുള്ളായിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുകൊണ്ടായിട്ട് നമുക്ക് ഇതിനകത്തൊക്കെ ആൾക്കാർ ഉള്ളതാണ്. പക്ഷേ ആ ഒരു ഭാഗം മാത്രം ക്രോപ്പ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു വീഡിയോ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് AI യൂസ് ചെയ്ത് നമുക്ക് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു AI ഫീച്ചറിൽ ഇപ്പോൾ കറൻറ്റ് നമുക്ക് ഇനേബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടി ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാം ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനൊക്കെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്ത് വയ്ക്കുക. പ്രത്യേകമാണ് നമ്മൾ വീഡിയോ. അപ്പം വീഡിയോ ഒരു ബട്ടണിലേക്ക് ഓപ്പൺ കൂട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ഓൺ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. സി യു.